നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെയും ടീം മാനേജ്മെന്റിനെയും ഒരുപോലെ അസ്വസ്ഥമാക്കുന്ന ഫലങ്ങളാണ് ഇംഗ്ലണ്ട് പര്യടനത്തിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ നാണക്കേടുകൾക്കെല്ലാം അല്പമെങ്കിലും ആശ്വാസം കണ്ടെത്താനും തോൽവികളുടെ പരമ്പരയ്ക്ക് അന്ത്യം കുറിക്കാനുമുള്ള അവസാന അവസരത്തിനായി ഇന്ത്യൻ യുവനിര ഇന്ന് വീണ്ടും പാടണിയുകയാണ്. സതാംപ്ടണിലെ പ്രശസ്തമായ റോസ് ബൗൾ മൈതാനത്ത് ഇന്ന് നടക്കുന്ന അഞ്ചാമത്തെയും അവസാനത്തെയും ട്വന്റി അന്താരാഷ്ട്ര മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. തുടർച്ചയായ തോൽവികൾക്ക് അറുതി വരുത്താനും പരമ്പരയിലെ പൂർണ്ണമായ നാണക്കേട് ഒഴിവാക്കാനുമാണ് ഇന്ത്യൻ ടീം ഇന്ന് സർവ്വശക്തിയുമെടുത്ത് പോരാടാൻ ഇറങ്ങുന്നത്. ഈ പര്യടനത്തിലെ ആദ്യ മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സ് കടുത്ത മഴ മൂലം ഒരു പന്ത് പോലും എറിയാനാകാതെ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം നടന്ന 3 മത്സരങ്ങളിലും തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത ഇംഗ്ലണ്ട് നിലവിൽ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 3-0 എന്ന ശക്തമായ ലീഡോടെ മുന്നിലാണ്. പരമ്പര ഇതിനകം തന്നെ ഇംഗ്ലണ്ട് സ്വന്തമാക്കി കഴിഞ്ഞു എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് തങ്ങളുടെ അഭിമാനം വീണ്ടെടുക്കാനും ആശ്വാസവിജയം നേടാനും ഒരു അവസാന അവസരം കൂടി ഈ മത്സരത്തിലൂടെ അവശേഷിക്കുന്നുണ്ട്. ഈ ട്വന്റി പരമ്പരയിലുടനീളം ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ ബലഹീനതയായി മാറിയത് മുൻനിര ബാറ്റിംഗ് നിരയുടെ പരാജയമാണ്. ഇംഗ്ലണ്ടിലെ വേഗതയേറിയതും സ്വിംഗ് ലഭിക്കുന്നതുമായ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ നമ്മുടെ യുവ ബാറ്റർമാർക്ക് സാധിച്ചതേയില്ല. പരമ്പരയിലെ 4ാം മത്സരത്തിലും ഈ ബാറ്റിംഗ് തകർച്ച ആവർത്തിക്കുകയുണ്ടായി. മറ്റൊരു മോശം തുടക്കത്തിന് ശേഷവും വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി പൊഴിഞ്ഞിട്ടും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. ക്രീസിൽ ഉറച്ചുനിന്ന് ബാറ്റ് ചെയ്ത അയ്യർ പുറത്താകാതെ 49 പന്തിൽ നിന്നും 80 റൺസ് നേടി ഇന്ത്യ 20 ഓവറിൽ 158 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. എന്നാൽ ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പോലൊരു ശക്തമായ ടീമിനെ പ്രതിരോധിക്കാൻ ഈ സ്കോർ ഒട്ടും മതിയാകുമായിരുന്നില്ല. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലീഷ് ഓപ്പണർ ഫിൽ സാൾട്ടും ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കും ചേർന്ന് ഇന്ത്യൻ ബൗളർമാരെ അനായാസം നേരിട്ടു. ഇരുവരും ചേർന്ന് 2ാം വിക്കറ്റിൽ 151 റൺസിന്റെ തകർപ്പൻ അപരാജിത പങ്കാളിത്തമാണ് പടുത്തുയർത്തിയത്. ഇംഗ്ലണ്ട് ഈ ചെറിയ വിജയലക്ഷ്യം യാതൊരുവിധ സമ്മർദ്ദവുമില്ലാതെ പിന്തുടർന്ന് കണ്ടെത്തുകയും ചെയ്തു. വെറും 13.5 ഓവറിൽ, അതായത് 37 പന്തുകൾ ബാക്കി നിൽക്കെ 9 വിക്കറ്റിന്റെ കൂറ്റൻ വിജയം ഉറപ്പാക്കിക്കൊണ്ടാണ് ഇംഗ്ലണ്ട് പരമ്പര തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയത്. ഇന്ത്യൻ ബൗളിംഗ് നിര എത്രത്തോളം നിഷ്പ്രഭമായി എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ മത്സരം. സ്വന്തം നാട്ടിലെ പരിചിതമായ സാഹചര്യങ്ങളിൽ കളിക്കുന്നതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി വിനിയോഗിക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചിട്ടുണ്ട്. പരമ്പരയിലുടനീളം കളിയിലെ ആക്രമണാത്മക സമീപനം കൈവിടാതെ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ മുൻനിര ബാറ്റർമാരും കൃത്യതയോടെ പന്തെറിയുന്ന ബൗളർമാരും ഒരേപോലെ ഫോമിലാണ്. ജോഫ്ര ആർച്ചറും സാം കർണും നയിക്കുന്ന ബൗളിംഗ് നിര ഇന്ത്യൻ മുൻനിരയെ പരീക്ഷിക്കുമ്പോൾ ബാറ്റിംഗിൽ ഫിൽ സാൾട്ടും ഹാരി